നമസ്കാരം. വോട്ടും കെട്ടൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മുന്നണികൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി തിരക്കിട്ട രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥിയായി തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ PK ശ്യാമള മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട്. അതിനെതിരെയുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വോട്ടും കെട്ടനും ഇന്ന് ചർച്ചയുമായി എത്തിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ആസിഫ് മുഹമ്മദും സുജിത് ചന്ദ്രനുമാണ്. PK ശ്യാമള കുടുംബവാഴ്ചയുടെ സ്ഥാനാർത്ഥിയോ എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകളും സജീവമാകുന്നത്. സുജിത്തേട്ടാ, കുടുംബവാഴ്ചയുടെ സ്ഥാനാർത്ഥിയാണോ? കുടുംബവാഴ്ചയിൽ നിന്നും കടന്നു പറയാൻ ഞാനല്ലെങ്കിലും CPM പോലെ ഒരു കക്ഷിയെ സംബന്ധിച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അതിൻ്റെ ഒരു രീതിയല്ല. ഇപ്പോൾ ഈ തളിപ്പറമ്പ് മണ്ഡലത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാച്ചേനി കുഞ്ഞിരാമൻ മുതൽ CKP പത്മനാഭൻ മുതൽ അതിനുശേഷം MV ഗോവിന്ദ മാസ്റ്റർ മുതൽ അതിനുശേഷം ജെയിംസ് മാത്യു, വീണ്ടും MV ഗോവിന്ദ മാസ്റ്റർ, അങ്ങനെ അതിദീർഘമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വലിയ വിജയത്തിൻ്റെ ദീർഘചരിത്രമുള്ള മണ്ഡലമാണത്. ഇപ്പോൾ ജെയിംസ് മാത്യു ഒക്കെ 40,000 വോട്ടിന് വരെ വിജയിച്ച ആ മണ്ഡലത്തിൽ അതിനുശേഷം ഗോവിന്ദ മാഷ് അവിടുത്തെ ശക്തി ദുർഗമായ മണ്ഡലത്തിൽ ജയിച്ചത് 22,400 സംതിങ് വോട്ടിനാണ് ജയിച്ചത്. അതേ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സുധാകരന് ഏതാണ്ട് 6,000-ഓ 7,000-ഓ വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്തതായിട്ടാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ അങ്ങനെ ആയിരുന്നു. അത് അങ്ങനെ ഒരു മണ്ഡലമാണത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ റിസൾട്ട് അവിടെ മാറാനൊന്നും പോകുന്നില്ല. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെ അവിടെ സ്വാഭാവികമായിട്ടും ജയിക്കത്തുള്ളൂ. പക്ഷേ ചോദ്യം അവിടെ ഈ ജനങ്ങളുമായി അടിത്തട്ടിൽ ബന്ധമില്ലാത്ത PK ശ്യാമളയെപ്പോലെ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഇടതുപക്ഷത്തിന് നിർത്താനുള്ളൂ എന്നാണ്. പലപ്പോഴും ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാപ്രകളല്ല, മാധ്യമപ്രവർത്തകരല്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത്, പാർട്ടി തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുക. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് 2021 AK ബാലൻ്റെ ഭാര്യ ഡോക്ടർ ജമീലയെ മത്സരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സമാനമായ സാഹചര്യമായിരുന്നു. ഡോക്ടർ PK ജമീല മത്സരിക്കുന്ന ഒരു സാഹചര്യം വാർത്തകൾ വന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ PV സുമോനാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം 10,000-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിക്കണം. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള അത് ഫേക്ക് കമൻറ്റുകളല്ല. അവരുടെ പ്രൊഫൈലുകളിൽ കയറി ഞാൻ 2-3 നോക്കിയെങ്കിലും ഇപ്പോൾ ആന്തൂർ സംഭവമൊക്കെ നമുക്കറിയാം. താഴെ തട്ടിൽ വലിയ ഒരു അസ്വസ്ഥത ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ആന്തൂർ സാജൻ വിഷയം മാത്രമൊന്നും അല്ല. കാരണം അവിടെ വേറെ എത്ര സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സുകന്യയും പറഞ്ഞു വന്നാൽ കുടുംബാധിപത്യമാണ്, ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയാം. MV ജയരാജനെ പോലൊരു ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തെ കേരളത്തിൽ മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? പിന്നെ നികേഷ് കുമാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഏതായാലും ലിസ്റ്റില്ല, അത് താല്പര്യമുണ്ടോ നമുക്കറിയില്ല, അത് ഇതിനോട് ആദിക്കേണ്ട കാര്യം നമുക്കില്ല. എങ്കിൽ പോലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഒരു കുടുംബവാഴ്ചയെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്നൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൽ മൊത്തത്തിൽ ഉള്ള LDFിൻ്റെ പ്രോസ്പെക്റ്റിനെ ബാധിക്കുമല്ലെങ്കിലും അതിൻ്റെ മേലൊരു നിഴൽ വീഴ്ത്തും എന്നുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആസിഫിക്ക് വേറൊരു വ്യത്യസ്തമായ അഭിപ്രായമാണ്. കാരണം ഇടതുപക്ഷം എപ്പോഴും വലതുപക്ഷത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിരുന്നു കുടുംബവാഴ്ച. ഇപ്പോൾ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ളതല്ലെങ്കിൽ പോലും PK ശ്യാമളയ്ക്ക് പകരം നിർത്താൻ, അല്ലെങ്കിൽ MV ഗോവിന്ദന് പകരം അവിടെ നിർത്താൻ PK ശ്യാമളയാണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗൗരവപ്പെട്ട രാഷ്ട്രീയ നേതാക്കളില്ലേ എന്നുള്ളൊരു ചോദ്യം അത് അണികൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നു അവർക്ക് ശരിക്കും രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എന്തുകൊണ്ട് വേറൊരാളെ പരിഗണിച്ചില്ല, നേരെ ഇങ്ങനെ തന്നെ വന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മറ്റ് ബിനീഷ് പറഞ്ഞ പോലെ ഇനി വേറെ ഏതെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത ഉണ്ടെന്നാണോ കണക്കാക്കുന്നത്? ഒരുപക്ഷെ VSൻ്റെ മകൻ മത്സരിക്കുകയാണെങ്കിൽ പോലും അത് കുടുംബവാഴ്ച അല്ലെങ്കിൽ അത് അങ്ങനെ പറയാം. കാരണം VSൻ്റെ മകന് ഏതെങ്കിലും തരത്തിൽ CPMൽ അടിത്തട്ട് മുതൽ പ്രവർത്തിച്ചു വരികയോ ചെയ്തൊരു പാരമ്പര്യം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ PK ശ്യാമളയുടെ കാര്യത്തിൽ അങ്ങനെ 100% പറയാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം 86 തന്നെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതിനുശേഷം എന്താകുന്നു ലോക്കൽ, അതുപോലെ തന്നെ ഏരിയ, അങ്ങനെ ഓരോ തലത്തിലും പ്രവർത്തിച്ചാണ് ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നത്, CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നത്. വിവാഹശേഷം മൊറാളികൾക്ക് വന്നതിന് ശേഷവും അവർ പാർട്ടി പ്രവർത്തനങ്ങൾ സജീവമാണ്. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അവരിങ്ങനെ തുടങ്ങുകയാണ്. അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയിൽ എത്തുന്നത്. അതിന് സമാന്തരമായിട്ട് മഹിളാ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ദേശീയ തലത്തിലേക്ക് വരെ അതിൻ്റെ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുന്നു. ആ രീതിയിൽ അവർക്കൊരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. നമുക്ക് PK ശ്യാമളയുടെ അവർക്ക് ജനകീയതയില്ലായ്മയോ ഒക്കെ ചോദ്യം ചെയ്യാം. അവർ മത്സരിച്ചാൽ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ അത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന സീറ്റാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മാറുന്നത് കൊണ്ട് കൊടുക്കുന്ന സീറ്റാണോ എന്നോ പറയുന്നതിൽ അത്രത്തോളം
അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരും സമാന്തരമായ രീതിയിൽ തന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്നത് SFIയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 86-ലൊക്കെ SFIയുടെ ജില്ലാ കമ്മിറ്റി ആകുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രവർത്തന പാരമ്പര്യയോടെ കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ അവർ പ്രവർത്തിച്ചു വന്ന ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ നമുക്ക് അവരെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ അവിടുത്തെ അണികൾക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ അത് ആന്തൂരടക്കമുള്ള വിഷയങ്ങളിലുണ്ടായിരുന്ന പ്രശ്നമുണ്ട്. അന്ന് CPMൻ്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. അവരെ ഒരു ഘട്ടത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള വിമർശനം അതിശക്തമായിട്ട് ഉയർത്തുകയും മറ്റും ചെയ്യാം. പക്ഷേ അപ്പോഴും ഒരു കുടുംബാധിപത്യം എന്നുള്ള പോയിന്റിലേക്ക് വരുമ്പോഴാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഒരു കുടുംബാധിപത്യം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഭാര്യ ഭർത്താവ് ഉള്ളത് കൊണ്ട് ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഭർത്താവ് ഒഴിയുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്ന സീറ്റാണെന്നുള്ള അഭിപ്രായം പറയുമ്പോൾ അവരല്ലെങ്കിൽ ഒരു തരത്തിലും ആ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്തതോ, മഹിളാ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതെന്താ ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയല്ലേ? കുടുംബാധിപത്യം ഒന്നും ഞാനും പറഞ്ഞില്ല. പൊതുവെയുള്ള ചർച്ചയെ കുറിച്ച് ഞാൻ പറഞ്ഞത് പൊതുവെയുള്ള ചർച്ചയെ കുറിച്ച്. അതിനകത്ത് ഇപ്പോൾ അത്തരം ഒരു ഡിഫൻസ് വെക്കുമ്പോൾ തന്നെ അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പം ശബരിനാഥൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് ശബരിനാഥൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ആ സമയത്ത് അല്ലെങ്കിൽ ആ മത്സര സമയത്താണ് ചിലപ്പോൾ പോപ്പുലർ ആവുന്നത്, അല്ലെങ്കിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിന് മുൻപ് തന്നെ ശബരിനാഥൻ കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിൽ പല ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. അല്ല, അപ്പോൾ ആ ഘട്ടത്തിൽ CPM വിശേഷാൽ ഇടതുപക്ഷവും ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം അച്ഛൻ മരിച്ചപ്പോൾ മകന് സീറ്റ് കൊടുത്തു എന്നാണ്. ആ ഡിഫൻസ് എത്രമാത്രം നിലനിൽക്കുന്ന ഒരു ചോദ്യം. അല്ല, ഇത് അങ്ങനെ സമന്വയിപ്പിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചത് 86 SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നുള്ളത് ഒരു ചെറിയൊരു പദവിയാണോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അതിനുശേഷം അതിനെ കണക്ട് ചെയ്യുമ്പോഴേ, അതായത് നേരത്തെ CPMന്റെ നിലപാട് അങ്ങനെ അല്ല. ഞാൻ പറയും, ഇപ്പൊ KK രമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും KK രമ TP ചന്ദ്രശേഖരന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല അവർ മത്സരിച്ച് ജയിച്ചത്. അവർ SFIൽ കൂടെ പ്രവർത്തിച്ചു വന്ന അത്ര കരുത്തുറ്റൊരു വനിതയായതുകൊണ്ടാണ് അവർ മത്സര രംഗത്തേക്ക് വന്നത്. ആ ഒരു പാരമ്പര്യം കൂടി വെച്ചുകൊണ്ടാണ് അവർക്ക് സീറ്റ് കൊടുത്തത്, RB സീറ്റ് കൊടുത്തത്. അല്ലാതെ TP ചന്ദ്രശേഖരന്റെ ഭാര്യ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം വെച്ചല്ല എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലും എത്രയോ ഉയർന്ന് നമ്മൾ കാണേണ്ടി വരും. ഈ ഒരു കാര്യമുള്ളൂ. അതായത് ഇപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയാണ് ബൃന്ദ കാരാട്ട് എന്നുള്ളത് കൊണ്ട് അവരിൽ ഒരു കുറവും നമ്മളാരും കണ്ടിട്ടില്ല. അവർ പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നതിൽ കുടുംബാധിപത്യമോ ഈ നേരത്തെ അതിലും കുറേ മുമ്പ് 75-ലൊക്കെ പറഞ്ഞിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ പോലെയുള്ളതോ ആയിട്ടുള്ള വിമർശനങ്ങളൊന്നും കേട്ടില്ല. അല്ലെങ്കിൽ പരിഹാസ രൂപത്തിൽ അത്രയും കാര്യങ്ങളൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഒരു ഭർത്താവിൻ്റെ ഒരു അസ്തിത്വത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ഭാര്യ എന്ന രീതിയിലൊന്നും PK ശ്യാമളയെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. MV ജയരാജനെ പോലെയുള്ള ഒരു പരിണതപ്രജ്ഞനായിട്ടുള്ള നേതാവ് ഒരു പക്ഷേ മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരികയാണെങ്കിൽ അതിലൊരു MLA ആയിട്ടെങ്കിലും വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ചർച്ച നടന്നോട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ച എവിടെയാണ് നിൽക്കുന്നത്? ഇതൊരു കുടുംബാധിപത്യമാണ് എന്നും ഭർത്താവ് മാറുന്ന ഒഴിവിലേക്ക് ഭാര്യ വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇത് ചുരുക്കം കഴിയുന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, ഈ ഒരു വിമർശനം ഉന്നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഇടതുപക്ഷ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇനി രണ്ട് ജനകീയതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അതിലൊന്നും തർക്കമൊന്നുമില്ല. ഈ പറഞ്ഞോട്ട് അവരുടെ ലേബൽ എന്ന് പറയുന്നത് MV ഗോവിന്ദൻ്റെ ഭാര്യയാണെന്നുള്ള ലേബലും ആയിരിക്കില്ല. പക്ഷേ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുമ്പോൾ അടിസ്ഥാനപരമായി CPM എല്ലാ കാലത്തും പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ബെഞ്ച് മാർക്കാക്കി വെച്ചിരുന്ന ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്ന് പ്രവർത്തകർക്ക് ആരോപണമുണ്ട്. ആ പോസ്റ്റുകൾക്കൊക്കെ അടിയിൽ അങ്ങനെ കമൻറ്റുകളുണ്ട്. ഇപ്പോൾ നേരത്തെ സുജിത്തേട്ടൻ പറഞ്ഞ പോലെ പ്രവർത്തകർ ഇതിൽ അസ്വസ്ഥരാണ്, മറ്റൊരാൾ പറഞ്ഞു ഞങ്ങൾ അസ്വസ്ഥരാണ്. അതായത് ചില സമയത്ത് അണികൾക്ക് പാർട്ടിയെ തിരുത്തേണ്ടി വരും. ഞാൻ വേറെ അതിൻ്റെ ഭയങ്കര ഒരു പ്രോആക്റ്റീവ് ലെവലിലൊന്നും അല്ല സംസാരിക്കുന്നത്. തിരുത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. ഞാൻ ആദ്യം ഉദാഹരിച്ച കാര്യം തന്നെയില്ലേ, ഇപ്പോൾ ഡോക്ടർ ജമീലയുടെ കാര്യം. അവർ ചില്ലറ കാര്യമൊന്നും ആയിരുന്നില്ല. അവർ ഹെൽത്ത് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളായിരുന്നു, പ്രഗത്ഭയായ വിശ്വഗുര ഡോക്ടറായിരുന്നു, ഇടതുപക്ഷ പാരമ്പര്യമുള്ള ആളായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ AK ബാലന് പകരമായിട്ട് അവരെയാണ് പരിഗണിക്കുന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. പാർട്ടി പിന്നെ പറഞ്ഞു ഞങ്ങളങ്ങനെ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സാഹചര്യം, ആ ഒരു തീരുമാനത്തെ പാർട്ടിക്ക് തിരുത്തേണ്ടി വന്നു. VSന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ VSനെ 2 വട്ടം സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കൊണ്ടുവന്ന പാർട്ടിയാണിത്. ഇവിടെ ഒരു ജനങ്ങളുടെ പൊതുവികാരം സാമൂഹിക മാധ്യമങ്ങളുടെ പോസ്റ്റുകളിലും നേതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് താഴെയും ഒക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അതൊന്നും പ്രോക്സി പ്രൊഫൈലുകളല്ല വന്ന് പറയുന്നത്. അവിടെ വളരെ ബൊണാഫൈഡായിട്ടുള്ള, വളരെ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് നോക്കിയാൽ പോലും ഇടതുപക്ഷത്തിന് വേണ്ടി നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സൈബർ പടയാളികളടക്കം ഒരു അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ആ ഒരു ശബ്ദത്തെ കേട്ടില്ലെന്ന് പാർട്ടി നടിക്കുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റിവെക്കുന്നതിലോ എനിക്കൊരു ശരികേടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ആശയക്കുഴപ്പം തോന്നുന്നുണ്ട്.
തീർച്ചയായിട്ടും ഈ പറഞ്ഞോട്ട് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സേഫ് മണ്ഡലമാണ്, 20,000-ന് മേൽ വോട്ടിൽ എപ്പോഴും ജയിക്കുന്ന മണ്ഡലമാണ്. ചിലപ്പം സ്വാഭാവികമായിട്ടും പി കെ ശ്യാമള തന്നെയാണ് സ്ഥാനാർത്ഥി. ഇപ്പോൾ പട്ടിക വരുന്ന സമയത്ത് അവർ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ജയിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി ഇത് ആളുകളിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇനിയുള്ള വിമർശനങ്ങളുടെ അല്ലെങ്കിൽ ആ കുന്തമന എടുത്ത് അപ്പുറത്തേക്ക് തിരിക്കുമ്പോൾ ഇതൊരു കല്ലിടിയായി കിടക്കില്ല എന്നൊരു പ്രശ്നമില്ലാണ്. ഞാൻ പറയുന്നത് കല്ലിടിയായി കിടക്കേണ്ടതാണ് പറയുന്നത്. കാരണം ഇതൊരു തിരുത്താവട്ടെ എന്നേ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കട്ടെ, അത് ആ രീതിയിൽ ചർച്ച വരട്ടെ. ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരം ഈ ചർച്ചകളുടെയൊക്കെ ഇപ്പോൾ സുഹിത്തേട്ടൻ സൂചിപ്പിച്ച പോയിന്റ് അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനപരമായ പോയിന്റ് ഇതാ, കുടുംബാധിപത്യം എന്നുള്ള പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അവർ രണ്ടുപേരും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച് അവരുടെ സ്വന്തമായി പേരെടുത്ത ആളാണ്. അപ്പോൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്താ പ്രശ്നം? അതിപ്പം പി കെ ശ്യാമളുടെ വിഷയമില്ലല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ പാരമ്പര്യമായിട്ട് അപ്പുറത്ത് കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ അച്ഛൻ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോഴോ അന്നത്തെ ദിവസം എൻട്രി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ ഇത്രത്തോളം ചർച്ചകൾ വരാറില്ലല്ലോ. അപ്പോൾ ഇടതുപക്ഷത്ത് എന്തോ എന്താണ് മൂല്യബോധത്തിൽ എന്തോ പ്രശ്നം വരുന്നു എന്നുള്ള രീതിയിൽ ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു മധ്യവർഗ ജനാധിപത്യ പാർട്ടിയുടെയോ ഒരു വർഗീയ പാർട്ടിയുടെയോ ശൈലി സംഭവിക്കുന്ന കാര്യം പോലെ ആ ചർച്ചയ്ക്ക് സ്കോപ്പില്ലാന്ന് ഞാൻ പറഞ്ഞത്. പി കെ ശ്യാമളയുടെ അവരുടെ ജനകീയത ഇല്ലായ്മയോ ആന്തൂരടക്കമുള്ള വിഷയങ്ങളിൽ അവർ എടുത്ത സ്വീകരിച്ച നിലപാട് കൊണ്ടോ അവിടെ പാർട്ടി തോക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തിരുത്തണമെന്ന് പറയുന്നതും ആസിഫി താത്വികമായി പറയുന്ന കാര്യം കുറച്ചുകൂടെ ഈ വോക്കലായിട്ട് പറയുന്ന ഈ ഓൺലൈൻ കക്ഷികൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? സംഘടനാ ചുമതലയിലേക്ക് പൂർണ്ണമായും MV ഗോവിന്ദ മാഷ്ക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുള്ളപ്പോൾ ആ വിടവ് നികത്താൻ അത്തരത്തിലൊക്കെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അത് ഒരു ഇടതുപക്ഷ ബോധ്യവുമായിട്ട് അവർക്ക് പാർട്ടി പ്രവർത്തന പാരമ്പര്യം ഇല്ലെന്ന് ഞാൻ 3ാമത്തെ തവണ ആവർത്തിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ അവിടെ ദ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് യു കുഡ് പോസിബിളി തിങ്ക് ഓഫ് വേറെ ഒരുപാട് പേരുണ്ട്. അല്ല, അതാ പറഞ്ഞ ഈ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇതിനേക്കാൾ ഒരുപക്ഷെ ജനകീയതയുണ്ടെന്ന് ഇടതുപക്ഷത്തെ അണികൾ തന്നെ വിശ്വസിക്കുന്ന മറ്റ് പേരുകൾ അവിടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റ് മുഖങ്ങൾ അവിടെ ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയാണ് നമുക്കറിയാവുന്ന സ്ഥലം. തളിപ്പറമ്പൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നേതാക്കളെ കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ഉള്ള നിലവിൽ തന്നെ പേരുകളുള്ള ആളുകളാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് ഈ പരിഗണനയ്ക്ക് പിന്നിൽ എന്നുള്ള ചോദ്യത്തിനാണ് ഈ പറയുന്ന പ്രശ്നം നിലനിൽക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ പോലും അതൊരു ഭർത്താവ് മാറുന്ന ഒഴിവിലേക്ക് ഭാര്യയെ കൊണ്ടുവരികയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ പ്രവർത്തന പാരമ്പര്യം കൂടി കണക്കിലെടുത്ത് തന്നെ കൊടുക്കുന്ന സീറ്റാണ്. മഹിളാ അസോസിയേഷൻ നേതാക്കൾക്ക് കേരളത്തിൽ എമ്പാട് സീറ്റ് കൊടുക്കാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ദേശീയ നേതൃപദവിയിലുള്ളവർക്ക് സീറ്റ് കൊടുക്കാറില്ലേ? അതുമുണ്ട്. അങ്ങനെ കൂടെ അങ്ങനെ കാണാം. അതോടൊപ്പം അവർ നഗരസഭയിലടക്കം അവർ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ആളാണ്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പ്രവർത്തിച്ച ആളാണ്. ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അങ്ങനെയുള്ള എല്ലാ യോഗ്യതയും അവർക്കുണ്ട്. അപ്പോൾ അവിടെ ചർച്ച ചെയ്തെന്താ? അവിടെ ചർച്ച ചെയ്യാം. അവരുടെ ജനകീയത ഇല്ലായ്മയും അല്ലെങ്കിൽ ആന്തൂരടക്കമുള്ള വിഷയങ്ങളിൽ അവർ സ്വീകരിച്ച നിലപാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ കുടുംബാധിപത്യം എന്നോ ഭർത്താവ് മാറുമ്പോൾ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്ന രീതിയിലോ ഉള്ള ചർച്ചയോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അങ്ങനെ വരുമ്പോൾ അവർ ആ CPM നേതാവ് എന്ന നിലയിൽ അവർ ആ സീറ്റിന് അവർ യോഗ്യനാണ്. അവരെക്കാൾ കൂടുതൽ യോഗ്യതയുള്ളവരുണ്ടാകാം. അതെവിടെയില്ലാത്തത്? ഈ ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന ഏത് CPM സ്ഥാനാർത്ഥിയെക്കാളും യോഗ്യതയുള്ള 100 പേര് ആ മണ്ഡലത്തിലുണ്ടാകാം, നേതാക്കന്മാർ തന്നെ. ഇതുവരെയായിട്ടും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഇടപെടാത്ത 100 കണക്കിന് പേർ CPM-ലുണ്ടാകാം. അവരും ഇപ്പോൾ മത്സരിക്കുന്ന ആരെക്കാളും യോഗ്യത കുറഞ്ഞവരാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും പുരോഗമിക്കും. ഈ പറഞ്ഞ പോലെ പാർട്ടിക്ക് മൂല്യച്യുതി സംഭവിച്ചതാണോ, ജനകീയത അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണോ, പി കെ ശ്യാമള തന്നെയാണോ സ്ഥാനാർത്ഥി എത്തുന്നതെന്നുള്ള അന്തിമ തീരുമാനം ബിനീഷൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഇനി സർപ്രൈസ് തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് സംബന്ധിച്ചൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ ചർച്ച വളരെ സജീവമായി നടക്കുകയാണ്. CPM ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം ഉയർത്തിയ ആരോപണത്തിൻ്റെ കുന്തമുന അത് ഒടിയുന്നോ എന്നുള്ള ചോദ്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയരുന്ന കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തുന്നത്. കുടുംബവാഴ്ചയിലേക്ക് മാത്രം അത് ചുരുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടുള്ളവരും കുറവല്ല. എന്തായാലും വോട്ടും കെട്ടൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി.